വചനമൊഴി ഒക്ടോബർ 20. വചനഭാഗം ഹെബ്രായർ 2:10-18, മത്തായിയുടെ സുവിശേഷം 24:3-14. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ മാത്രമായി അവനെ സമീപിച്ച് പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്തത്തിന്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ഈശോ അവരോട് പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എന്റെ നാമത്തിൽ വന്ന് ഞാൻ മിശിഹായാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കാനിരിക്കുന്നു, അവയെ പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ അസ്വസ്ഥരാകാതെ സൂക്ഷിക്കുവിൻ, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും അണിനിരക്കും. ക്ഷാമവും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇവയെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രം. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സർവ്വജനങ്ങളാലും നിങ്ങൾ വെറുക്കപ്പെടും. അപ്പോൾ അനേകർ ഇടർച്ചയ്ക്ക് വിധേയരാവുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും വെറുക്കുകയും ചെയ്യും. നിരവധി വ്യാജപ്രവാചകന്മാർ ഉണ്ടാകുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. അനീതി പെരുകുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ ആരോ അവൻ രക്ഷിക്കപ്പെടും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്കും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഈശോയിൽ സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങൾ യുഗാന്ത പ്രവചനമാണ്. ഈശോ ജെറുസലേം പട്ടണത്തിന്റെയും ദൈവാലയത്തിന്റെയും ഒക്കെ തകർച്ചയെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ ശിഷ്യന്മാർ തനിച്ച് ഈശോയെ സമീപിച്ച് ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിക്കുന്നു. മിശിഹായുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ വരവ് എപ്പോഴാണ് എന്ന് അതിന്റെ അടയാളം അന്വേഷിക്കുകയും ചെയ്യുകയാണ്. ഈശോ കൃത്യമായി സമയമൊന്നും പറയുന്നില്ല, മറിച്ച് വ്യാജ പ്രബോധനത്താൽ വഴിതെറ്റിക്കപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കണമെന്ന് ഈശോ പറയുകയാണ്. വ്യാജ മിശിഹാമാരും വ്യാജ പ്രബോധകരും ഉണ്ടാകും. അവരുടെ വാക്കുകൾ കേൾക്കാതെ യഥാർത്ഥ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കണമെന്നാണ് ഈശോ പറയുന്നത്. 1-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ റോമാക്കാർ ജെറുസലേം പട്ടണം നശിപ്പിക്കുകയും ദൈവാലയം തകർക്കുകയും പീഡനങ്ങൾ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ മിശിഹായുടെ 2-ാം വരവിന്റെ സമയമായിരിക്കുന്നെന്നും മിശിഹായെ കുറിച്ചുള്ള പലവിധ വ്യാജ പ്രബോധനങ്ങളും പ്രചരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മത്തായി ശ്ലീഹ ആദിമ സഭയെ പ്രബോധിപ്പിക്കുന്നത്. ഈശോ പറഞ്ഞിരിക്കുന്നത് പോലെ യുദ്ധങ്ങളും പീഡനങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം കേവലം അടയാളങ്ങൾ മാത്രമായിരിക്കും, ഈറ്റുനോവിന്റെ ആരംഭം മാത്രമായിരിക്കും. പ്രകാരം പീഡനങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൽ ഇടർച്ച വരുത്താതെ തീക്ഷ്ണമായ വിശ്വാസത്തിൽ ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്നും മിശിഹായുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും ശ്ലീഹ പഠിപ്പിക്കുകയാണ്. വ്യാജ പ്രവാചകരിലും വ്യാജ മിശിഹാമാരിലും വ്യാജ പ്രബോധനങ്ങളിലും വഴിതെറ്റാതിരിക്കാൻ. ആധുനിക കാലത്തും പല വിധത്തിലുള്ള വ്യാജ പ്രബോധനങ്ങളുണ്ട്, വ്യാജ മിശിഹാമാരുണ്ട്. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് വ്യാജ പ്രബോധനങ്ങൾ നൽകുന്നവരുണ്ട്. ഇപ്രകാരമുള്ള വ്യാജ പ്രബോധനങ്ങളിൽ വീഴാതെ സത്യദൈവമായ മിശിഹായിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. അതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.